ഫുട്ബോൾ ലോകം കണ്ണിമ വെട്ടാതെ കാത്തിരുന്ന ആ നിമിഷം, ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും മനസ്സിൽ ആവേശം മല തല്ലിയ ആ രാത്രി. അതെ, അന്ന് ആ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് അർജന്റീനയും പോർച്ചുഗലും തമ്മിലുള്ള തീപ്പാറും പോരാട്ടമായിരുന്നു. ഫുട്ബോൾ സാമ്രാജ്യം അടക്കി ഭരിക്കുന്ന രണ്ട് ഇതിഹാസങ്ങൾ നേർക്കുനേർ വരുന്നത് കാണാൻ പതിനായിരങ്ങളാണ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. ലോകത്തിന്റെ ശ്രദ്ധയാകെ ആ പച്ചപ്പുൽ മൈതാനത്തെ ആ രണ്ടത്ഭുത പ്രതിഭകളിലേക്ക് മാത്രമായി ചുരുങ്ങി. ഒരു വശത്ത് ലയണൽ മെസ്സി ബാർസലോണയുടെ നീലയും ചുവപ്പും ജേഴ്സിയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറുവശത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിന്റെ വെള്ളക്കുപ്പായത്തിൽ ഗോളടിച്ചു കൂട്ടി തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചിരുന്ന ആ കാലം. രാജ്യാന്തര വേദിയിൽ ഈ രണ്ട് സൂപ്പർ താരങ്ങളുടെ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ആരാധകരുടെ ആവേശം മണപ്പൊട്ടി. അങ്ങനെ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായം കുറിക്കാൻ ഇരു ടീമുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു വശത്ത് പോർച്ചുഗൽ ഇറങ്ങുന്നത് പോരാട്ട വീര്യമുള്ള ഒരു സ്ക്വാഡുമായാണ്. എഡ്വാർഡോ, ബ്രൂണോ വേൾസ്, കൊഡ്രാഡോ, റൊണാൾഡോ, മൗട്ടീഞ്ഞോ, അൽമീദ, റൊളാൻഡോ, മെറിലസ്, നാനി, മാർട്ടിനസ് ആൻഡ് പെരേര. മറുവശത്ത് സെർജിയോ ബാറ്റിസ്റ്റ് അണിയൊരുക്കിയ അർജന്റീന സ്ക്വാഡ്. റൊമേറോ, ബുർഡിസ്റ്റോ, കാംബിയാസോ, മിലിറ്റോ, ഡിമരിയ, സനേറ്റി, ലയണൽ മെസ്സി, മഷറാനോ, റോഹോ, ബനേഗ ആൻഡ് ലെവസി അടങ്ങുന്ന ഒരു മികച്ച സ്ക്വാഡുമായാണ് അർജന്റീനയും കളത്തിലേക്ക് വരുന്നത്. മത്സരം നിയന്ത്രിക്കുന്നത് ഉസാക്കി എന്ന സ്വിറ്റ്സർലാൻഡുകാരനായിരുന്നു. പോർച്ചുഗലിന്റെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണെങ്കിൽ മറുവശത്ത് അർജന്റീനയെ പടനയിക്കുന്നത് സാക്ഷാൽ ഹാവിയർ മഷറാനോ എന്ന അർജന്റീന ആരാധകരുടെ വെല്ലേട്ടനായിരുന്നു. അങ്ങനെ ആ തിങ്ങി നിറഞ്ഞ 10,000-ഓളം കാണികളുള്ള സ്റ്റേഡിയത്തിൽ പോർച്ചുഗലിന്റെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. Mirallas tucks it in, lifted by Di Maria! A masterpiece from Messi! Genius! That's the only word you can't use! ഇവിടെ എടുത്തു പറയേണ്ടത് മെസ്സിയുടെ ആ പാസ് ആയിരുന്നു. വട്ട് എ പാസ് ലയണൽ മെസ്സി, അൺബിലീവബിൾ. അതല്ലാതെ ഇയാളെക്കുറിച്ച് ഒന്നും പറയാനില്ല. അങ്ങനെ മത്സരത്തിന്റെ 14-ാം മിനിറ്റിൽ തന്നെ അർജന്റീന ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. മറുവശത്ത് പോർച്ചുഗലിന്റെ ഒരു മുന്നേറ്റം. പന്തുമായി നാനി. മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമാണ് നാനി. പക്ഷേ നാനിയുടെ ഒരു സൂപ്പർ ക്രോസ്, അത് റൊമേറോ തട്ടിയകറ്റുന്നു. അത് റൊമേറോയുടെ കയ്യിൽ തട്ടിയില്ലെങ്കിൽ വളരെ ഡേഞ്ചറായി മാറുന്ന ഒരു ഷോട്ടായിരുന്നു. ബട്ട് അർജന്റീനയുടെ രക്ഷകനായി ഗോൾ കീപ്പർ സെർജിയോ റൊമേറോ. ഇതുകൊണ്ടൊന്നും പോർച്ചുഗൽ നിർത്തുന്നില്ല. വീണ്ടും പോർച്ചുഗലിന് വേണ്ടി നാനിയുടെ തന്നെ ഒരു മുന്നേറ്റം കാണാം. നാനിൽ നിന്നും പെരേരയുടെ ഒരു ക്രോസ്, അത് അൽമീരയുടെ തലയിൽ തട്ടി നിലത്ത് പ്രഹരിക്കുന്നതിന് മുമ്പേ പോർച്ചുഗലിന്റെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ പന്തിനെ ലക്ഷ്യം തെറ്റാതെ ഗോൾ കീപ്പറെയും മറികടന്ന് ഗോൾ പോസ്റ്റിലേക്ക് പന്തിനെ നിറക്കുന്ന കാഴ്ച. യെസ്, പോർച്ചുഗൽ 1, അർജന്റീന 1. Big glancing header and Ronaldo from Almeida has tied it up. Wonderful play, he stabs it home and it's a difficult one to make contact on. ഇവിടെ പോർച്ചുഗലിന്റെ നായകൻ തന്നെ പോർച്ചുഗലിനെ ഒപ്പമെത്തിച്ചിരിക്കുന്നു. അങ്ങനെ ഈ മത്സരം കൂടുതൽ വാശിയേറി വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അർജന്റീനക്ക് കിട്ടിയൊരു കോർണർ കിക്കിൽ നിന്നും പോർച്ചുഗൽ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുകയാണ്. ശരവേഗത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു സൂപ്പർ ഷോട്ട്. പക്ഷേ അത് മിലിറ്റോയുടെ ദേഹത്ത് തട്ടി ഗോൾ പോസ്റ്റിന്റെ ഇഞ്ചുകൾ വ്യത്യാസത്തിന് മാത്രം പുറത്തേക്ക് പോകുന്ന കാഴ്ച. ഒരു വശത്ത് പോർച്ചുഗലിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ മുന്നേറുമ്പോൾ മറുവശത്ത് അർജന്റീനക്ക് വേണ്ടി ലയണൽ മെസ്സിയും മുന്നേറുകയാണ്. ഇരു ടീമുകളും ഒരുപാട് അറ്റാക്കുകൾ നടത്തിയെങ്കിലും അവർക്ക് അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ മാത്രം സാധിച്ചില്ല. ഇവിടെ ലാവസിക്ക് കിട്ടിയ ഒരു സുവർണ അവസരം, പക്ഷേ അദ്ദേഹം അത് പുറത്തേക്ക് അടിച്ചു കളയുകയാണ്. അങ്ങനെ ആവേശകരമായ മത്സരം രണ്ട് ടീമും 1-1 എന്ന സ്കോറിൽ ഹാഫ് ടൈമിന് പിരിയുകയാണ്. ഹാഫ് ടൈമിന് ശേഷം പോർച്ചുഗൽ ഒരു മാറ്റത്തിനൊരുങ്ങുന്നു. അവരുടെ ഗോൾ കീപ്പർ എഡ്വാർഡോയെ പിൻവലിച്ച്
സെക്കൻഡ് ഗോൾ കീപ്പർ റോയി പാട്രിഷ്യോയെ കൊണ്ടുവരുന്നു. അങ്ങനെ രണ്ടാം പകുതിയിൽ അർജന്റീനയുടെ കിക്കോടുകൂടി ആവേശകരമായ മത്സരത്തിന് തുടക്കം കുറിക്കുന്നു. ഇടത് പാർശ്വത്തിലൂടെ വീണ്ടും റൊണാൾഡോയുടെ ഒരു മുന്നേറ്റം. ഇവിടെ മനോഹരമായ ഒരു ക്രോസാണ് അയാൾ കൊടുത്തത്. പക്ഷേ അത് അൽമീദ ഹെഡ് ചെയ്തെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ അയാൾ പരാജയപ്പെട്ടു പോകുന്നു. വീണ്ടും വീണ്ടും അർജന്റീന ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന പോർച്ചുഗലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പോർച്ചുഗൽ ഒരു ത്രോയിൻ വിൻ ചെയ്യുന്നു. ഒരു ലോങ് ത്രോയിൻ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലേക്ക്. അത് കൃത്യമായി വീണ്ടും അൽമീദ ഹെഡ് ചെയ്യുന്നു. പക്ഷേ ഇത്തവണയും പോർച്ചുഗലിന് ക്രോസ് ബാർ വില്ലനാകുകയാണ്. എന്നാൽ അതിനുശേഷം റൊണാൾഡോക്ക് കിട്ടിയ അവസരം പോർച്ചുഗൽ ആരാധകരെയെല്ലാം ഗോളടിച്ചു എന്ന് തോന്നിപ്പിച്ചുപോയി. പക്ഷേ ഭാഗ്യവും ദൈവവും അർജന്റീനയുടെ കൂടെ തന്നെ ഉണ്ടായി. റൊണാൾഡോ അത് പുറത്തേക്ക് അടിച്ചു കളയുകയാണ്. അൺലക്കി ഫോർ പോർച്ചുഗൽ. മറുവശത്ത് അർജന്റീനക്ക് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ഫ്രീ കിക്ക് എടുക്കാൻ ലയണൽ മെസ്സി തയ്യാറാവുന്നു. ഒരു സൂപ്പർ ഷോട്ട്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ഗോൾ കീപ്പർ നിസ്സാരക്കാരനായിരുന്നില്ല. റൂയി പാട്രിസിയോ അവിടെ കൃത്യമായി സേവ് ചെയ്യുന്നു. ഇവിടെ പോർച്ചുഗലിന് വേണ്ടി വീണ്ടും റൊണാൾഡോയുടെ ഒരു മുന്നേറ്റം കാണാം. ഷോട്ട് ഫ്രം റൊണാൾഡോ. പക്ഷേ അതും റൊമേറോ സേവ് ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം അൽമീദക്ക് കിട്ടിയ അവസരം ഫ്രീ ചാൻസ് ആയിരുന്നു. പക്ഷേ അത് അൽമീദ പുറത്തേക്ക് അടിച്ചു കളയുകയാണ്. വാട്ട് എ മിസ് ഫ്രം അൽമീദ. പോർച്ചുഗൽ ആരാധകർ മുഴുവൻ തലയിൽ കൈവച്ച് പോയ നിമിഷം. സ്റ്റിൽ പോർച്ചുഗൽ 1 അർജന്റീന 1. അങ്ങനെ മത്സരം 60-ാം മിനിറ്റിലേക്ക് കടക്കുമ്പോൾ പോർച്ചുഗലിന്റെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പിൻവലിക്കുന്നു. സ്റ്റേഡിയത്തിലുള്ള പോർച്ചുഗൽ ആരാധകർ മുഴുവൻ നിശബ്ദതയിലായിന്ന് പോയി. കാരണം അവരുടെ മികച്ച താരത്തെയാണ് പോൾ ബെൻഡോ അവിടെ പിൻവലിക്കുന്നത്. മത്സരശേഷം പരിശീലകൻ പറയുന്നത് റൊണാൾഡോക്ക് ചെറിയ രീതിയിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. എന്തായാലും റൊണാൾഡോ പോയതോടെ പോർച്ചുഗലിന്റെ മുന്നേറ്റങ്ങളെല്ലാം കുറയാൻ തുടങ്ങി. മറുവശത്ത് അർജന്റീന തുടരെ അറ്റാക്കിങ്ങുകൾ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മത്സരത്തിന്റെ 89-ാം മിനിറ്റിൽ അർജന്റീനയുടെ ഒരു മുന്നേറ്റത്തെ ഡിഫെൻഡ് ചെയ്ത കൊഡ്രോവക്ക് പിഴച്ചു. മാർട്ടിനസിനെ പെനാൽറ്റി ബോക്സിന്റെ അകത്തു നിന്നും ഫൗൾ ചെയ്തതിന് റഫറി അർജന്റീനക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി വിധിക്കുന്നു. പെനാൽറ്റി ഫോർ അർജന്റീന. മത്സരത്തിന്റെ അവസാന നിമിഷം അർജന്റീനക്ക് പെനാൽറ്റി ലഭിക്കുകയാണ്. ഇത് അർജന്റീനക്ക് ഗോൾ നേടാനുള്ള ഒരു സുവർണ അവസരമാണ്. പെനാൽറ്റി എടുക്കാൻ ലയണൽ മെസ്സി റെഡിയാകുന്നു. ലയണൽ മെസ്സി സുന്ദരമായി റൂയി പാട്രിഷ്യോയെ ഇടത്തോട്ട് മറിച്ചിട്ട് സുന്ദരമായി പന്തിനെ വലത്തോട്ട് പറഞ്ഞു വിടുന്നു. ഒരു സൂപ്പർ ഷോട്ടിലൂടെ തന്നെ അർജന്റീനയെ മുന്നിലെത്തിച്ചിരിക്കുന്നു. അതും അവരുടെ ലയണൽ മെസ്സി. അർജന്റീന ലീഡ് നൗ 2-1. മത്സരം അർജന്റീനയുടെ കൈകളിലേക്ക് വരികയാണ്. അങ്ങനെ ആ മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങുകയാണ്. 1-നെതിരെ 2 ഗോളുകൾക്ക് പോർച്ചുഗലിനെ അർജന്റീന പരാജയപ്പെടുത്തുന്നു. ഒരു സൂപ്പർ കളിയായിരുന്നു അന്ന് ആ സ്റ്റേഡിയത്തിൽ നടന്നത്. ഫുട്ബോൾ ആരാധകരെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ത്രില്ലടിപ്പിക്കുന്ന പോരാട്ടമായിരുന്നു അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ മത്സരം.